ഇന്നത്തെ ദിവസം റിപ്പോർട്ടർ പുറത്തുവിടുന്ന ഞങ്ങളുടെ ഒരു അന്വേഷണ വിഷയമുണ്ട്. നമ്മൾ നിത്യേന കുടിക്കുന്ന ചായയിലും മാരക രാസവസ്തുക്കളുണ്ട് എന്ന ഞെട്ടിപ്പിക്കുന്ന തിരിച്ചറിവാണ് ഞങ്ങളുടെ അന്വേഷണം കണ്ടെത്തിയത്. മലപ്പുറത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ക്യാൻസറിന് വരെ കാരണമാകുന്ന രാസവസ്തുക്കൾ ചായപ്പൊടിയിലുണ്ടെന്ന് കണ്ടെത്തിയത്. മണിക്കൂറുകൾ നീണ്ട ഓപ്പറേഷനിൽ ഈ നേർക്കാഴ്ച പകർത്തി റിപ്പോർട്ടർ സംഘവും ഒപ്പമുണ്ടായിരുന്നു. മായം ചേർത്ത ചായപ്പൊടി നിർമ്മിക്കുന്ന ഉറവിടം കണ്ടെത്തിയതിനോടൊപ്പം 2 പേർ പിടിയിലാവുകയും ചെയ്തു. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. രണ്ടു നേരവും ചായ കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ കരുതിക്കോളൂ, ചായപ്പൊടിയിലും അപകടം പതിയിരിക്കുന്നു. തിരൂർ താനൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാർ സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് വ്യാജ ചായപ്പൊടി വീരന്മാർ വലയിലായത്. ജില്ലയിലെ തട്ടുകടകളിൽ കഴിഞ്ഞ മാസം ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയാണ് സംഭവങ്ങളുടെ തുടക്കം. കടുപ്പം കൂടിയ ഒരു പ്രത്യേക ചായക്കായി ആവശ്യക്കാർ ഏറെയാണ്. ചായപ്പൊടിയുടെ ഉറവിടം തേടിയുള്ള അന്വേഷണം ആദ്യമെത്തിയത് വൈലത്തൂരിൽ. ആവശ്യക്കാരെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ വിതരണക്കാരെ ബന്ധപ്പെട്ടു. വേങ്ങര സ്വദേശി അനസ് ഒരു വാഹനം നിറയെ ചായപ്പൊടിയുമായി വൈലത്തൂരിലെത്തി. ഒറ്റനോട്ടത്തിൽ കണ്ടാൽ കടകളിൽ ലഭിക്കുന്ന ചായപ്പൊടിക്ക് സമാനം. സംഗതി ക്യുക്ക് ടെസ്റ്റ് നടത്തിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. മുഖ്യ സൂത്രധാരന്റെ പേരോ അഡ്രസ്സോ പറയാൻ അനസ് തയ്യാറായില്ല. കൽപ്പകഞ്ചേരി പോലീസിന്റെ സഹായത്തോടെ നമ്പർ എടുത്ത് നേരെ വെങ്ങാട്ടേക്ക് പുറപ്പെട്ടു. MSc കെമിസ്ട്രി പൂർത്തിയാക്കിയ വെങ്ങാട് സ്വദേശി ആഷിഖായിരുന്നു മായം ചേർത്ത ചായപ്പൊടിയുടെ ബുദ്ധികേന്ദ്രം. വിഷപ്പൊടി നിർമ്മാണത്തിനായി ആഷിഖ് പഴയ ഒരു വീട് തന്നെ ഗോഡൌൺ ആക്കി മാറ്റിയിട്ടുണ്ട്. കെട്ടുകണക്കിന് ചായപ്പൊടി കവറുകളിലാക്കി വെച്ചിട്ടുണ്ട്. നിർമ്മാണശാലയ്ക്ക് ലൈസൻസോ മറ്റു രേഖകളോ ഇല്ല. അതിനിടയിൽ ചായപ്പൊടിയിൽ മായം ചേർക്കാറുണ്ടെന്ന് ആഷിഖ് തന്നെ സമ്മതിച്ചു. അലമാര തുറന്നപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ഗോഡൌണിൽ നിന്നും 100 കിലോ മായം ചേർത്ത ചായപ്പൊടി ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു. തേയിലയിൽ ചേർക്കാൻ അനുവാദമില്ലാത്ത സിന്തറ്റിക് ഫുഡ് കളർ ചേർത്ത അസൽ വ്യാജം. ഇതിൽ ഒരിക്കലും തേയിലയിൽ ചേർക്കാൻ അനുവാദം ഇല്ലാത്ത സിന്തറ്റിക് ഫുഡ് കളർ ചേർത്തതായി കാണപ്പെട്ടു. അതുപോലെ തന്നെ ഇവിടുന്ന് ചേർക്കുന്ന കൃത്രിമ നിറവും ഞങ്ങൾക്ക് ഇവിടുന്ന് ലഭിച്ചു. ഇത് തട്ടുകടകളിൽ കൂടുതലും നമ്മുടെ ഉപഭോക്താക്കൾ തന്നെ കടുപ്പം കൂടിയ ചായ വേണം എന്ന് തട്ടുകടക്കാരോട് ആവശ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം മായം കലർത്താനായിട്ട് അവരും പ്രേരിതരാകുന്നത്. കിഡ്നി ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങളെ തകർക്കാൻ പ്രഹരശേഷിയുള്ള മാരക രാസവസ്തു ചേർത്തായിരുന്നു ചായപ്പൊടി നിർമ്മാണം. മലയാളികൾക്ക് ചായ ഇല്ലാത്തൊരു ദിവസമില്ല. അതുകൊണ്ട് തന്നെ ഡെയിലി അത്രയധികം സിന്തറ്റിക് കളറാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് എത്തുന്നത്. ഇത് പല മാരകമായിട്ടുള്ള അസുഖങ്ങൾക്കും കാരണമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ എല്ലാവിധ നിയമ നടപടിയും സ്വീകരിക്കും. രഹസ്യമായി ജില്ലയിലെ തട്ടുകടകളും ചെറിയ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു ഇവയുടെ വിൽപ്പന. ബില്ലുകൾ നൽകിയിരുന്നില്ല. കോഴിക്കോട് ലാബിലേക്ക് അയച്ച തേയില സാമ്പിളിന്റെ പരിശോധനാ ഫലം വരുന്ന മുറയ്ക്ക് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും. 10 വർഷം വരെ പിഴയും 2 വർഷമോ അതിലധികമോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. ജില്ലയിൽ പരിശോധന തുടരുമെന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം അറിയിച്ചു. വീഡിയോ ജേർണലിസ്റ്റ് വിജിത് തൂർക്കടവിനും ഷിബു CS-നുമൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ തിരൂർ. ആദ്യം തന്നെ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് നമ്മൾ ഹൃദയത്തിൽ നിന്ന് ഒരു നന്ദിയും അഭിനന്ദനവും അറിയിക്കുന്നു. മുബഷിർ പി അക്ബറും സംഘവുമാണ് ഈ വാർത്തയെ പിന്തുടർന്ന് എത്തിയത്. 4 മണിക്കൂറോളം നീണ്ടുനിന്ന ചിത്രീകരണത്തിനൊടുവിലാണ് ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. മുബഷിർ പി അക്ബർ നേരിട്ട് നമുക്കൊപ്പം ചേരുന്നു. മുബഷിർ, വെരി ഗുഡ് മോർണിംഗ്. വളരെ ശ്രമകരമായൊരു ജോലിയായിരുന്നു. നമുക്ക് ഈ വിവരം കിട്ടി. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇതിന് പിന്നാലെ പോകുന്ന നിമിഷമടക്കം നമ്മൾ ഉണ്ടായിരുന്നു. എത്രമാത്രം ഞെട്ടിപ്പിക്കുന്നതാണ് മുബഷിർ കണ്ട കാഴ്ചകൾ? വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു അരുൺ. കാരണം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം ചെറുകിട കച്ചവടക്കാർ തട്ടുകടകൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് മലപ്പുറം ജില്ല എന്നുള്ളത്. ഏറ്റവും അധികം ജനസംഖ്യയുള്ള ജില്ലയാണെന്ന് നമുക്ക് തന്നെ അറിയാം. ആ നിലയിൽ കഴിഞ്ഞ ജൂൺ 21-നാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ തിരൂർ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓഫീസർ ഷംസിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഒരു ഹോട്ടലുകളിൽ സാധാരണ രീതിയിലുള്ള ഒരു പരിശോധന എന്നോണം പരിശോധിക്കുന്നത്. ആ ഒരു സമയത്ത് നേരത്തെ തന്നെ ഒരു വിവരം ലഭിച്ചിരുന്നു. ഒരു പ്രത്യേക കടുപ്പം കൂടിയ ചായക്ക് വേണ്ടി
നിരവധി ആവശ്യക്കാർ ഇത്തരത്തിലുള്ള ഹോട്ടലുകൾ തേടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ചായപ്പൊടി പരിശോധിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഉദ്യോഗസ്ഥർ അവിടെ എത്തിയത്. ഇത് പരിശോധിച്ച സമയത്തെ ആ ഒരു ഘട്ടത്തിൽ തന്നെ സംശയം തോന്നുന്നു. ഇതിന്റെ ഉറവിടം തേടിയുള്ള അന്വേഷണമാണ് ഇന്നലെ വൈലത്തൂരിൽ എത്തിച്ചേരുന്നത്. ഏറെ ദിവസത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഈ ഒരു സംഘത്തെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം കണ്ടെത്തിയെന്നുള്ളതാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട വിതരണക്കാരായിരുന്ന ഈ ഒരു ആഷിഖിന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന അനസ് എന്ന് പറയുന്ന വ്യക്തിയെ ഉദ്യോഗസ്ഥർ ആവശ്യക്കാർ എന്ന നിലയിൽ ബന്ധപ്പെടുന്നുണ്ട്. തുടർന്ന് വൈലത്തൂരിൽ എത്തിച്ചേരാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഇന്നലെ ഉച്ചയോടുകൂടി വൈലത്തൂർ നഗരത്തിൽ നിന്നും ഈ ഒരു അനസിനെ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം പിടികൂടുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ വളരെ കൃത്യമായി കാണുന്നുണ്ട്. കടകളിലൊക്കെ തന്നെ നമുക്ക് ലൂസായി ലഭിക്കുന്ന ചായപ്പൊടിയാണ് അദ്ദേഹം അവിടെ എത്തിക്കുന്നത്. അവിടെ നിന്നും ഇതിന്റെ മുഖ്യ സൂത്രധാരനായ MSc കെമിസ്ട്രി ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ ആഷിഖിനെ കുറിച്ചുള്ള വിവരം നൽകാൻ അനസ് തയ്യാറായിരുന്നില്ല. തുടർന്ന് കൽപ്പകഞ്ചേരി പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് വൈലത്തൂരിൽ നിന്നും വളാഞ്ചേരിക്കടുത്തുള്ള വെങ്ങാട്ടേക്ക് ഭക്ഷ്യസുരക്ഷാ വിഭാഗം സഞ്ചരിക്കുന്നത്. ആ ഒരു ഘട്ടം മുതൽ തന്നെ ഏകദേശം 4 മണിക്കൂറോളം നീണ്ടുനിന്ന ഈ ഓപ്പറേഷനിൽ റിപ്പോർട്ടർ സംഘവും ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തോടൊപ്പമുണ്ടായിരുന്നു. ഒരു ഭാഗത്തെ ജനങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ ആ ഒരു സാമൂഹ്യ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നമ്മളും അതോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വേങ്ങാട്ടേക്ക് ഈ ഒരു ആഷിഖിന്റെ വീട്ടിലേക്ക് എത്തിയ സമയത്തായിരുന്നു അതിശയിപ്പിക്കുന്ന അത്ഭുതപ്പെടുന്ന പല കാഴ്ചകൾ നമ്മൾ അവിടെ വെച്ച് കണ്ടത്. വീടിനോട് ചേർന്ന ഒരു പഴയ വീട് തന്നെ ഈ ഒരു വ്യാജ തേയിലപ്പൊടി നിർമ്മിക്കുന്നതിന് വേണ്ടി ആഷിഖ് ഗോഡൌണായി മാറ്റിവെച്ചിരുന്നു. അവിടെ കെട്ടുകണക്കിനായിരുന്നു ഈ ഒരു ചായപ്പൊടികളൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. ഈ ഒരു ചായപ്പൊടികളിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി മായം സിന്തറ്റിക് ഫുഡ് കളർ തന്നെ 100 കിലോഗ്രാമാണ് അവിടെ നിന്നും ഭക്ഷ്യസുരക്ഷാ വിഭാഗം പിടികൂടിയത്. ആദ്യഘട്ടത്തിൽ ഇദ്ദേഹത്തോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം അത് സമ്മതിച്ചിരുന്നില്ല. പിന്നീട് പല ഘട്ടങ്ങളിൽ പല രീതിയിൽ ചോദിച്ച സമയത്താണ് അദ്ദേഹം അത് അഡ്മിറ്റ് ചെയ്യുന്നത്. സംസാരത്തിനിടയിൽ ഇത്തരത്തിൽ മായം ചേർത്ത ചായപ്പൊടി നിർമ്മാണം താൻ നടത്തിയിട്ടുണ്ട്, അത് തനിക്ക് സംഭവിച്ചൊരു പിഴവാണെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു കോൺസിക്വൻസിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡോക്ടർ അരുൺകുമാർ. ഇത്തരത്തിൽ ഈ ചായപ്പൊടിയിൽ ഇത്രയധികം കെമിക്കലുകൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ കിഡ്നി, ലിവർ പോലെയുള്ള ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേൽക്കാൻ, പരുക്കേൽക്കാൻ അല്ലെങ്കിൽ തകരാറിലാവാൻ തന്നെ കാരണമാകുന്ന കെമിക്കലാണ് ഇതെന്നുള്ളതാണ് ഈ ഒരു ഭക്ഷ്യസുരക്ഷാ വിഭാഗം തന്നെ വ്യക്തമാക്കുന്നത്. ഫുഡ് കളറാണ്. അതിന്റെ ദൃശ്യങ്ങൾ തന്നെ വളരെ കൃത്യമായിട്ടുണ്ട്. ഒരു തരത്തിലും ഇത്തരത്തിലുള്ള തേയിലപ്പൊടികളിൽ ചേർക്കാൻ അനുവാദമില്ലാത്തൊരു കെമിക്കലാണ് ഇതെന്നുള്ളതാണ്. എന്തായാലും വിശദമായ പരിശോധനയിൽ 100 കിലോയോളം ഇത്തരത്തിലുള്ള കെമിക്കലുകളാണ് അവിടെ നിന്നും പിടികൂടിയത്. വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി ഇതിന്റെ സാമ്പിളുകൾ കോഴിക്കോട്ടെ ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഈ ഒരു ഗോഡൌൺ മൊത്തം തന്നെ ഈ ഒരു ഓഫീസേഴ്സിന്റെ നേതൃത്വത്തിൽ 100 കിലോ മായം ചേർത്ത പൊടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. തേയിലപ്പൊടിയിലേക്ക് ഈ കളറും ഈ മായവും ചേർക്കുകയായിരുന്നു അല്ലേ? അതായത് ഏതെങ്കിലുമൊക്കെ കമ്പനിയുടെ തേയിലപ്പൊടി അവിടെ കൊണ്ടുവരും, എന്നിട്ട് അതിനുശേഷം ഈ പ്രത്യേക മായം ചേർത്തിട്ടാണ് പിന്നീട് ഇവർ വിൽപ്പനയ്ക്ക് കൊണ്ടുപോവുക, സ്ട്രോങ് ടീ കുടിക്കുന്നവർക്ക് വേണ്ടി അല്ലേ? അതെ അരുൺകുമാർ, 100 കിലോ മിക്സ് ചെയ്തതല്ല, അതിനും അപ്പുറത്തുള്ള തൂക്കം മിക്സ് ചെയ്ത ചായപ്പൊടി ഒരു ഭാഗത്തുണ്ടായിരുന്നതുള്ള. ഇതിൽ മിക്സ് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവച്ച മായം, അതായത് സിന്തറ്റിക് ഫുഡ് കളർ മാത്രം 100 കിലോഗ്രാമോളം ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് മാത്രമാണ് അവിടെ നിന്നും കണ്ടുപിടിക്കാൻ സാധിച്ചത്. രഹസ്യറകളിലുൾപ്പെടെ ഇദ്ദേഹം അത് സൂക്ഷിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു തരത്തിലുള്ള മായങ്ങൾ ഉൾപ്പെടെ ഒരു ചായപ്പൊടിയിലേക്ക് ചേർത്തിരുന്നു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കെമിസ്ട്രിയിൽ MSc പൂർത്തിയാക്കിയ ഒരു ബിരുദാനന്തര ബിരുദ നേടിയ ഒരു വ്യക്തിയാണ് ഇത്തരത്തിലുള്ളൊരു പ്രക്രിയയ്ക്ക് വേണ്ടി സമൂഹത്തിൽ ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. മലപ്പുറം ജില്ലയിൽ വിവിധ മേഖലകളിലേക്ക് ഇത് വിതരണം ചെയ്തിരുന്നത്. താനൂർ, തിനൂർ, വട്ടത്താണി, താനാട് ഉൾപ്പെടെയുള്ള ഹോട്ടലുകളിൽ ഇത് വിതരണം ചെയ്തിരുന്നു. തട്ടുകടകളിൽ നിന്ന് ഇത് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ബില്ലുകൾ നൽകിയിരുന്നില്ല. ചെറിയ കച്ചവടക്കാരെ കേന്ദ്രീകരിച്ചായിരുന്നു ഇവർ വിതരണം നടത്തിയത്. തേയില എടുത്ത് ചായ ഇട്ട് കൊടുക്കും അല്ലെ? ഈ മായം ചേർത്ത തേയിലപ്പൊടിയിൽ നിന്ന് ചായ ഇട്ട് കൊടുക്കും, അതാണ് രീതി. തീർച്ചയായും അതെ, തീർച്ചയായും ഈ ഒരു ചായ ഒരു തവണ കുടിച്ചാൽ പിന്നീട് ഒരു ലഹരിയായി മാറുന്ന രീതിയിലുള്ള ഒരു സംവിധാനമായി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചായപ്പൊടിയായിരുന്നു ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത്. സ്വാഭാവികമായും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ പരിശോധനയിൽ അത് എങ്ങനെയാണ് നിർമ്മിച്ചിരുന്നത് മനസ്സിലാക്കുമ്പോൾ ഏറെ ഞെട്ടിക്കുന്നതാണെന്നാണ്. കാരണം ഈ ഒരു ആളുകൾ ഇതിനു വേണ്ടി തേടി വരുമ്പോൾ അതിന്റെ ഒരു ഭവിഷ്യത്തിനെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നില്ല. മലയാളികളെ സംബന്ധിച്ച് നിത്യേനെ 3-4 ചായ നമ്മൾ ദിവസം കറക്റ്റ്. പലപ്പോഴും ഈ സ്ട്രോങ് ടീക്ക് അഡിക്റ്റ് ആയവരുണ്ട്. ആ സ്ട്രോങ് ടീ കുടിച്ചുകൊണ്ടിരുന്ന പലരും കുടിച്ചിരിക്കുന്നുണ്ടാവുക ഒരു പക്ഷേ ഇതേപോലെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മായപ്പൊടിയായിരിക്കും എന്നുള്ളതാണ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്തായാലും ഇടപെട്ടു. ഇവരെ 2 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി എന്താണ് നിയമ നടപടി മുബഷീർ? അതായത് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ഈ ഒരു വസ്തുക്കളൊക്കെ തന്നെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പിടികൂടിയിട്ടുണ്ട്. തിരൂർ, താനൂർ ഭക്ഷ്യസുരക്ഷാ വിഭാഗം സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഇവയൊക്കെ തന്നെ പിടികൂടിയിരിക്കുന്നത്. ഇവിടെ നിന്നും സാമ്പിളുകൾ കോഴിക്കോട്ടെ ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. മഹസ്തർ തയ്യാറാക്കി പ്രോസിക്യൂഷൻ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം വ്യക്തമാക്കുന്നത്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ആ ഒരു ഘട്ടത്തിൽ തന്നെ അവർക്ക് കടക്കാമായിരുന്നെങ്കിലും പൂർണ്ണമായും ഇതിന്റെ നടപടികൾ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോയി അറസ്റ്റിലേക്ക് കടന്നാൽ മാത്രമേ
അതുമായി ബന്ധപ്പെട്ട ശിക്ഷ ലഭിക്കൂ എന്നുള്ളതാണ് തിരൂരിലെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഓഫീസറായ ഷംസിയെ നമ്മളോട് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഒരാഴ്ചക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാകും. ഇതിന്റെ മുഖ്യ സൂത്രധാരനായ ആഷിഖും അദ്ദേഹത്തിന്റെ സഹായികൾ ഉൾപ്പെടെ പോലീസ് വലയത്തിലാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10 ലക്ഷം വരെ ഇത്തരത്തിലുള്ള പിഴയും അതുപോലെ തന്നെ 1 വർഷത്തിലധികം തടവ് ശിക്ഷയും ലഭിക്കാവുന്ന കുറ്റമാണ് ഇത് എന്നുള്ളതാണ്. ഗുരുതരമായ സംഭവം തന്നെയാണ്. മുബഷീറിനോടൊപ്പം നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ആരാണ് മുബഷീറിനോടൊപ്പം ഈ ദൃശ്യങ്ങൾ പകർത്ത 4 മണിക്കൂർ നേരം ഉണ്ടായിരുന്നു. ഒപ്പം സാരഥിയും അല്ലേ? തീർച്ചയായും നമ്മുടെ തിരൂർ ബ്യൂറോയിലെ വീഡിയോ ജേർണലിസ്റ്റായ വിജിത് തൂർക്കടവും ഡ്രൈവർ ഷിബു CS-ഉം ഏകദേശം 4.5 മണിക്കൂറോളം നീണ്ടുനിന്ന ഈ ഒരു ഓപ്പറേഷനിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തോടെ ഉണ്ടായിരുന്നു. അവരോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ പകർത്തിയിരിക്കുന്നത്. ആളുകൾ ഇത് കാണേണ്ടതാണ്, തിരിച്ചറിയേണ്ടതാണ്. ഇത്തരത്തിലുള്ള മായം ചേർത്ത ചായപ്പൊടി നിർമ്മാണം എത്രത്തോളം ഭവിഷ്യത്തുണ്ടാക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ദൗത്യം തന്നെയായിരുന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇത് തിരൂരിൽ മാത്രമായി ചുരുക്കരുത്, കേരളം ഉടനീളം ഇത്തരത്തിലുള്ള പരിശോധനകൾ നിങ്ങൾ നടത്തണം. ഇക്കാര്യത്തിൽ ഇടപെട്ട ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് ഒരിക്കൽ കൂടി നമ്മൾ അഭിനന്ദനം അറിയിക്കുന്നു. പക്ഷേ ഇത് ഇവിടെ കൊണ്ട് തീർക്കാൻ പാടില്ല. നമ്മൾ ഓരോ വിഷയങ്ങളിൽ ഇതേപോലെ മായങ്ങൾ ചേർത്ത കാര്യങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് കൊണ്ടുവരും. ചായപ്പൊടിയിലെ മായം ചേർത്തത് ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിട്ടാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ഞാൻ പലപ്പോഴും സ്ട്രോങ് ടീ കുടിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ കടയിൽ പോയി ഇനി സ്ട്രോങ് ടീ എന്ന് പറയുമോ എന്നൊരു ആശങ്ക കൂടി എനിക്കുണ്ട്. എന്നാൽ തൽക്കാലത്തേക്ക് കുറച്ച് ദിവസത്തേക്കെങ്കിലും നമ്മുടെ മനസ്സിൽ ഈ മായപ്പൊടിയുടെ വാർത്തയായിരിക്കും നിൽക്കുക. സ്ട്രോങ് ടീ, ഒരു മീഡിയം ടീ ഒക്കെ കുടിച്ച് പോകുന്നതായിരിക്കും ആരോഗ്യത്തിന് നല്ലതെന്ന് തോന്നുന്നു.